ഒട്ടുമിക്ക ദിവസങ്ങളിലും രാത്രി ഏറെക്കുറെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടാട്ടോ ഞാൻ കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഇന്ന് ഒട്ടും റിലാക്സ്ഡ് അല്ല. കാരണം രാവിലെ ചോറും കറിയും പത്തിരിയും എല്ലാം ഉണ്ടാക്കാനുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലേ ഞാൻ ഉണ്ടാക്കുന്ന കറി ഒന്നെങ്കിൽ ബീഫായിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കും. ഈ ചിക്കനും ബീഫും ഒക്കെ കറി വെക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ? നമ്മുടെ ഉള്ളി, തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി കുക്കറിലിട്ട് ജസ്റ്റ് വഴറ്റി പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ബീഫോ ചിക്കനോ എന്താ വെച്ചാൽ അതും കൂടി ഇട്ട് വിസിൽ വന്നാൽ നമ്മുടെ കറി അവിടെ റെഡിയാകും. വലിയ മെനക്കെടൊന്നും നമുക്ക് ഈ ചിക്കനും ബീഫും ഒന്നും കറി വെക്കാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കുന്ന കൂടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2-3 ബോൺലെസ് പീസ് ജസ്റ്റ് ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊരിച്ചെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ പിന്നെ കറിയൊക്കെ അവിടെ സെറ്റാക്കി കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അതവിടെ മൂടി വെച്ച് 2-3 വിസിൽ വന്നാൽ നമ്മുടെ കറി അവിടെ സെറ്റായിക്കോളും. പിന്നെ രാവിലത്തേക്ക് പത്തിരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഞാനൊരു പത്തിരിക്ക് ഉള്ള പൊടിയിൽ ഒരു 4 ഉരുള മാറ്റി വെച്ചിട്ട് അത് വെച്ചിട്ടാട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എഗ്ഗ് വെച്ചിട്ട് കഴിഞ്ഞ നോമ്പിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി. കാരണം ഇതിൻ്റെ ഫില്ലിങ് നല്ല ഡ്രൈ ആയിരിക്കും. നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഇത് പൊരിച്ചെടുക്കുമ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. ക്രിസ്പി ആയിട്ട് വരുന്നത് മാത്രമല്ല, അത് ചൂടാറിയാലും ആ ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ടാട്ടോ അതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോഴേക്കും ഞാൻ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സ്നാക്സും കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിയും. അപ്പോൾ സ്നാക്സ് ഷാലോ ഫ്രൈയും അല്ല ഡീപ്പ് ഫ്രൈയും അല്ല എന്നുള്ള ഒരു മട്ടിലാട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് 2 വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഇത് വലിയ പണിയൊന്നുമില്ല. നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന പോലത്തെ വലിയ പണികളൊന്നുമില്ല. ഒരു 4 ഉരുള ഉണ്ടെങ്കിൽ നമുക്കൊരു 10-12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ അധികം എണ്ണയൊന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിലും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം. എനിക്കല്ലെങ്കിലും അങ്ങനെ സ്നാക്സ് കഴിക്കാൻ വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. എണ്ണ ഉള്ളതാണെങ്കിലും ഞാൻ നന്നായിട്ട് കഴിക്കും.